ഗുഡ് മോർണിംഗ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് ഇനി വി.ഡി. സതീശൻ. തീർച്ചയായും കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നേരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അല്ല പോവുക. അദ്ദേഹം എയർപോർട്ടിൽ പോയി അവിടെ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ സ്വീകരിച്ച് ക്ലിഫ് ഹൗസിലേക്ക് അതെ ക്ലിഫ് ഹൗസിലേക്ക് തന്നെയാണ്. ക്ലിഫ് ഹൗസിലേക്കുള്ള യാത്രയുടെ തുടക്കമാണിത്. പക്ഷേ തൽക്കാലം ഇന്നിപ്പോൾ പുറപ്പെടുന്നത് ആ യാത്ര ആരംഭിക്കുന്നത് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് ഇവിടെ എയർപോർട്ടിൽ ചെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ സ്വീകരിച്ച് അവരെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകളെല്ലാം ഏതാണ്ട് വളരെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കന്റോൺമെന്റ് ഹൗസിലാണുള്ളത്. അതായത് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അപ്രതീക്ഷിതമായിട്ട് കന്റോൺമെന്റ് ഹൗസിൽ നിന്നാണ്. കാരണം 5 വർഷം മുമ്പ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വന്നത് രാഷ്ട്രീയമായിട്ട് ആ മട്ടിലൊരു തിരിച്ചടി UDF കിട്ടിയതുകൊണ്ടാണ് അല്ലേ? തീർച്ചയായും അത് ആ ഘട്ടത്തിൽ അത് അതുവരെ ഉണ്ടായിരുന്ന നേതൃത്വത്തോടുള്ള അതൃപ്തി പ്രവർത്തകരെല്ലാം അങ്ങനെ ശക്തമായി പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അദ്ദേഹം അതിന് തയ്യാറായി മുന്നോട്ട് വരികയും കൂടിയായിരുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ വരുന്നു. വി.ഡി. സതീശൻ കഴിഞ്ഞ 5 വർഷം കാര്യക്ഷമമായി ആ പ്രതിപക്ഷ നേതൃപദവി കൊണ്ടുപോയി. അദ്ദേഹം കോൺഗ്രസിലെ പതിവ് രീതി വെച്ച് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കിയില്ല. അദ്ദേഹം അത് കെട്ടിപ്പടുത്തു. അതിനുശേഷം എന്താണ് അദ്ദേഹത്തിന് വേണ്ടി, അതായത് 2006 ശേഷം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്താണ്, വി.എസ്. അച്യുതാനന്ദന് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങിയതുപോലെ വി.ഡി. സതീശന് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങി. അങ്ങനെ അദ്ദേഹം സ്ഥാനത്തേക്ക് എത്തുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഈ കന്റോൺമെന്റ് ഹൗസിൽ സേതുലക്ഷ്മി, നമ്മൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയമായുള്ള നീക്കങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഈ കന്റോൺമെന്റ് ഹൗസ്. പ്രതിപക്ഷ നേതാവിൻ്റെ വസതി എന്നത് നമ്മൾ ഓർക്കണം. അവിടെയാണ് ഇപ്പോൾ ചരിത്രത്തിലേക്ക് വി.ഡി. സതീശൻ നടന്ന് കയറാൻ വേണ്ടി പോകുന്നത്. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ അവിടെ ആരംഭിക്കും. ഈ കന്റോൺമെന്റ് ഹൗസിലാണ് വലിയ രാഷ്ട്രീയ നാടകം. എന്താണ്, പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും തമ്മിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കൊടുവിൽ വി.എസ്. അച്യുതാനന്ദനെ മത്സരിപ്പിക്കുന്നില്ല എന്ന് CPIM തീരുമാനിക്കുകയും അതേ തുടർന്ന് രാഷ്ട്രീയ കേരളം ഒന്നാകെ CPIMകാരടക്കം ഇവിടെ വന്നിട്ട് ഈ കന്റോൺമെന്റ് ഹൗസ് കേന്ദ്രീകരിച്ചായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഈ വലിയ ചലനങ്ങൾ ഉണ്ടായത്. എന്നിട്ടാണ് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ എത്താനുള്ള വലിയ രാഷ്ട്രീയ സംഗതികളിലേക്ക് പോയത്. ആ വി.എസിന് പകരം ഇവിടെ നമ്മൾ കേൾക്കുന്ന ഇപ്പം മുദ്രാവാക്യം അന്ന് കണ്ണേ കരളെ വി.എസ്. എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണേ കരളെ എവിടെ നിന്നാ വരുന്നത് ചേട്ടൻ? ഞാൻ പറവൂരിന്നാണ്. പുത്തമ്പേലിക്കര ഞങ്ങളുടെ ചങ്കാണ്. വീട് ഭരിക്കും, ഖജനാവ് നിറയ്ക്കും. ശുഭകരമായിട്ടുള്ളൊരു ഭാവിയാണ് കേരളത്തിനുള്ളത് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിലൂടെ അല്ലേ? അതെ തീർച്ചയായിട്ടും. അങ്ങ് പറഞ്ഞതല്ല റെഡിയായില്ലേ? 102 13 എടുത്തു കളഞ്ഞ് എടുത്ത് പോവാൻ പറഞ്ഞ് പുത്തമ്പേലിക്കര ചാക്കോ ചേട്ടൻ പറഞ്ഞതുപോലെ, അതായത് അങ്ങേയറ്റം വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആകെ തന്നെയുള്ളത്. ആ പ്രതീക്ഷ ഇതുവരെ കാക്കുന്നതാണ് ഹർഷ നമ്മൾ കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 10 ദിവസം വൈകി മുഖ്യമന്ത്രി ആരാണെന്ന് പ്രഖ്യാപിക്കാൻ. പക്ഷെ അതിനുശേഷം കാര്യങ്ങളെല്ലാം ശരവേഗത്തിലായിരുന്നു. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതായത് വകുപ്പ് ചർച്ചകളിലൊന്നും തർക്കമുണ്ടായില്ല. വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞു. സാധാരണ കോൺഗ്രസിന്റെ ഒരു പതിവ് രീതി വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ഏറെ വൈകാറുണ്ട്. പക്ഷേ വളരെ വേഗത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നത്. എന്തായാലും അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ, വി.ഡി. സതീശനെ കാണാൻ വേണ്ടി ആളുകൾ ധാരാളം പേര് എത്തുന്നുണ്ട്. ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കയറാമെന്ന് തോന്നുന്നു. അവർ പോയി അവിടെ അങ്ങോട്ട് പോകണ്ട. കന്റോൺമെന്റ് ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സനീഷ്, അപ്പൊ ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും തോന്നുന്നു അല്ലേ? അതെ, ഇപ്പോൾ അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ സഭാപിതാക്കന്മാരെ വന്നിട്ട് അവരെ വി.ഡി. സതീശനെ കാണാൻ വേണ്ടി, മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ച് അവരിറങ്ങി പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ അല്പം മുമ്പ് ക്യാമറയിൽ കണ്ടത്. അപ്പോൾ ആളുകൾ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോൾ വലിയൊരു ആൾത്തിരക്കില്ല. പക്ഷേ കുറച്ച് ആളുകളുണ്ട്. കാരണം എല്ലാവരും അവിടേക്ക് മാറിയിട്ടുണ്ട്. കാരണം അവിടെ ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തന്നെ എല്ലാ ആളുകളും എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടേക്കാണ് പരമാവധി ആളുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. നമ്മൾക്കറിയാം, അതായത് ഇന്നലെ വി.ഡി. സതീശൻ പറഞ്ഞതാണ് അതിൻ്റെ ഒരു കാര്യം. 60 വർഷങ്ങൾക്ക് ശേഷമാണ് യുനാനിമസ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു സമ്പൂർണ്ണ മന്ത്രിസഭയെ അങ്ങോട്ടേക്ക് പ്രഖ്യാപിച്ചിട്ട് അവരൊരു സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് പോകുന്നത്.